നമസ്കാരം. പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ സാമീപ്യം ഉപയോഗിച്ച് ലൈംഗിക ആസ്വാദനത്തിന് ശ്രമിച്ചെന്ന് പ്രതി ഹസൻകുട്ടിയുടെ കുറ്റസമ്മതം. ഉപേക്ഷിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കുട്ടിയെയും കൊണ്ട് ട്രാക്കിലൂടെ ഓടുന്നതിനിടെ ട്രെയിൻ വന്നതുകൊണ്ടാണ് പൊന്തക്കാട്ടിലേക്ക് ചാടിയത്. വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിനിരയായതായി തെളിഞ്ഞിട്ടില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കുട്ടിയും ഹസൻകുട്ടിയും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 17 ദിവസങ്ങൾക്ക് ശേഷം 2 വയസ്സുകാരിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകി. ഫെബ്രുവരി 18 രാത്രി 10 പ്രതി ആദ്യം എത്തിയത് പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നടന്ന് കുട്ടിയും കുടുംബവും കിടന്ന പുറംപോക്കിന് സമീപത്തെ ജ്യൂസ് കടയിലെത്തി. അവിടെ കുട്ടിയെ കണ്ടതോടെയാണ് തട്ടിയെടുക്കാൻ തീരുമാനിച്ചത്. എല്ലാവരും ഉറങ്ങുന്നതുവരെ വഴിയരികിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇയാൾ കാത്തിരുന്നു. രാത്രി 11 മണിയോടെയാണ് അമ്മയുടെ അരികിൽ നിന്ന് കുട്ടിയെ തട്ടിയെടുത്ത് ഓടിയത്. സഹോദരങ്ങൾക്കിടയിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കരഞ്ഞു. കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്നതിനിടെ ട്രെയിൻ വന്നു. ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് ചാടി. ഇതിനുശേഷം കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും കുട്ടിക്ക് ബോധം നഷ്ടമായെന്ന് തോന്നിയപ്പോഴാണ് അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നുമാണ് പ്രതി തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞത്. 5 അടി താഴ്ചയുള്ള പൊന്തക്കാട്ടിൽ നിന്നും കണ്ടെത്തിയ കുട്ടിക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. ഹസൻകുട്ടിയുടെ കൈകളിൽ ഇരുന്നതുകൊണ്ടാണ് കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം. വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിനിരയായതായി തെളിഞ്ഞിട്ടില്ല. ഓടയിലിരുന്ന കുട്ടിയെ മടിയിലിരുത്തി സ്വയം ലൈംഗിക തൃപ്തി കണ്ടെത്താൻ പ്രതി ശ്രമിച്ചു. ആ സമയത്താണ് കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചത്. ഇതോടെ കുട്ടിയുടെ ബോധം പോയി. കുട്ടിയെ ഓടയിൽ കിടത്തിയ ശേഷം മുങ്ങിയെന്നാണ് ഹസൻകുട്ടി തെളിവെടുപ്പിൽ പറഞ്ഞത്. സംഭവശേഷം തമ്പാനൂരിലെത്തിയാണ് ഹസൻകുട്ടി രക്ഷപ്പെട്ടത്. ഈ വഴിയിൽ ഉടനീളം പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്കും അവിടെ നിന്ന് പഴനിയിലേക്കും പോയെന്നാണ് ഹസൻകുട്ടിയുടെ മൊഴി. രണ്ടിടത്തും നേരിട്ടെത്തിച്ച് പോലീസ് തെളിവെടുക്കും.